Hello dear students, welcome back. കേരള എഞ്ചിനീയറിംഗ് മെഡിക്കൽ എൻട്രൻസ് എക്സാം അഥവാ കീമിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ജൂണിൻ്റെ തുടക്കത്തിലാണ് എക്സാം. ജൂൺ 5 മുതൽ 9 വരെയാണ് കീമിലെ എഞ്ചിനീയറിംഗിൻ്റെ എൻട്രൻസ് എക്സാം നടക്കുന്നത്. ഫാർമസി അതിൻ്റെ കൂടെ എഴുതുന്നവരാണെങ്കിൽ അവർക്ക് അതേ എക്സാമിലെ ഫിസിക്സ് കെമിസ്ട്രിയുടെ മാർക്കാണ് നോക്കുക. ഇനി ഫാർമസി മാത്രം അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ എക്സാം ജൂൺ 10-ാം തീയതിയാണ് വരുന്നത്. എക്സാമിൻ്റെ ടൈമിങ് നേരത്തെ മോർണിംഗ് സ്ലോട്ടാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറ്റിയിട്ട് 2 to 5, 2 PM to 5 PM ഉച്ചയ്ക്ക് ശേഷമാക്കി എക്സാം മാറ്റിയിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, എക്സാം സെൻറ്ററുകൾക്ക് പലതും അപ്ലൈ ചെയ്ത 4 ചോയ്സസിൽ നിന്ന് അല്ലാത്ത പല എക്സാം സെൻറ്ററുകളും വന്നിട്ടുണ്ട്. എസ്പെഷ്യലി വടക്കൻ കേരളത്തിലുള്ള സ്റ്റുഡൻസിന് തെക്കൻ കേരളത്തിലൊക്കെ എക്സാം സെൻറ്റർ കിട്ടിയ ഒരുപാട് കേസുകൾ, നല്ലൊരു ശതമാനം കുട്ടികൾക്ക് തന്നെ അങ്ങനെ എക്സാം സെൻറ്റർ കൊടുത്തതല്ലാത്ത എക്സാം സെൻറ്ററുകൾ വന്നിട്ടുണ്ട്. ഏതായാലും ഇനി അതിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മുടെ യാത്ര അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ കീം എൻട്രൻസ് എക്സാമിൻ്റെ അതേ ഡേറ്റുകളിലൊക്കെ ആയിട്ട് തന്നെ മറ്റ് 3 എൻട്രൻസ് എക്സാമുകൾ, ഇന്ത്യൻ മെരിടൈം യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് ടെസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ AMUയുടെ എഞ്ചിനീയറിംഗ് എക്സാം, എഞ്ചിനീയറിംഗ് എൻട്രൻസ് ടെസ്റ്റ് ജൂൺ 10-ന്, അതുപോലെ തന്നെ ജൂൺ 8-നാണ് IMUൻ്റെ എക്സാം വരുന്നത്, ജൂൺ 9-നാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ പല കുട്ടികൾക്കും ക്ലാഷ് ആവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള എൻട്രൻസ് എക്സാമുകൾ ഉള്ളവരോട് നേരത്തെ തന്നെ അത് ഇൻറ്റിമേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കീമിൻ്റെ കേസിൽ എക്സാം ഷെഡ്യൂൾ മാറ്റി തരാൻ വേണ്ടി. പലപ്പോഴും അത് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിലും പല സ്റ്റുഡൻസും ആ സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഉപയോഗപ്പെടുത്തിയ സ്റ്റുഡൻസിന് തന്നെ കീമിൻ്റെ എക്സാം സെൻറ്ററിൽ നിന്ന് തൊട്ടടുത്ത ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തൊട്ടടുത്ത ദിവസം നടക്കുന്നത് പല കുട്ടികൾക്കും കേരളത്തിന് പുറത്താണ് എക്സാം സെൻറ്റർ കിട്ടിയിട്ടുള്ളത്. അതും ചെന്നെത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള പല സ്ഥലങ്ങളിലും എക്സാം സെൻറ്ററുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസും നമ്മൾ എക്സാം പരമാവധി എഴുതാൻ തന്നെ ശ്രമിക്കണം. അതിനുവേണ്ടി കൃത്യമായി പ്ലാനിങ് ചെയ്യണം, യാത്രകൾ പ്ലാൻ ചെയ്യണം. ടിക്കറ്റുകൾ KSRTCയിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ഒക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം. ടിക്കറ്റ് ട്രെയിനിലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. സ്റ്റിൽ അതിനുള്ള പരമാവധി പ്ലാനിങ്ങുകൾ നടത്തുക, എക്സാമുകൾ ഒഴിവാക്കാതെ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താതിരിക്കുക. ഓക്കെ, സോ അതാണ് പ്രത്യേകം പറയാനുള്ളത്. അപ്പോൾ ഒരുപാട് എക്സാമുകൾ കീമുമായിട്ട് ക്ലാഷ് വരുന്നുണ്ട്. അധികൃതർ ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്ത പ്രാവശ്യമെങ്കിലും എക്സാം ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് മറ്റ് എക്സാമുകളുമായി ക്ലാഷ് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇതിനു വേണ്ടി 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ പ്രിപ്പയർ ചെയ്ത +1 മുതൽ റിപ്പീറ്റ് ചെയ്യുന്നവരെ പ്രിപ്പയർ ചെയ്ത സ്റ്റുഡൻസിനൊക്കെ ഇങ്ങനെ എക്സാമുകൾ ക്ലാഷ് ആയി വന്നു കഴിഞ്ഞാൽ അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാനും അതുപോലെ തന്നെ എക്സാമുകൾ നഷ്ടപ്പെടാനും, കൂടാതെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് എക്സാം എഴുതാൻ വരുന്നൊരു സാഹചര്യം വന്നു കുട്ടികളുടെ പെർഫോമൻസിനെ തന്നെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുന്ന അധികൃതർ കൃത്യമായി ശ്രദ്ധിക്കുക. അടുത്ത പ്രാവശ്യമെങ്കിലും ഇങ്ങനൊരു സാഹചര്യം ഇല്ലാതെ നോക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം, ഏതെങ്കിലും സ്റ്റുഡൻസിന് ഇനി ജസ്റ്റ് ഇൻ കേസ് 2 ദിവസങ്ങളിലായിട്ടാണ് കീമും അതുപോലെ തന്നെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും വരുന്നത്. ചിലർക്ക് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് എറണാകുളം ജില്ലയിലൊക്കെ പോയി എക്സാം എഴുതിയതിനു ശേഷം കേരളത്തിന് പുറത്ത് കോയമ്പത്തൂരോ അല്ലെങ്കിൽ കർണാടകയിലെ ഷിമോഗ ഒക്കെ എക്സാം സെൻറ്റർ കിട്ടിയ സ്റ്റുഡൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് എക്സാം എഴുതേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് മാറ്റിത്തരാനുള്ള റിക്വസ്റ്റ് നിങ്ങൾക്ക് അയച്ചു നോക്കാം. കീമിൻ്റെ എൻട്രൻസ് കമ്മീഷനിലേക്ക് അയച്ചു നോക്കാം, അവരുടെ മെയിൽ ID അയച്ചു നോക്കാം. അത് നമുക്ക് ഹോപ്പ് ചെയ്യാൻ പറ്റില്ല, ബട്ട് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അധികൃതർ അത് ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നും കൂടെ നമുക്ക് പറയാനുള്ളത്. അത്രയും കാര്യങ്ങളാണ്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്, ഈ ഒരു സാധ്യത അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം നമുക്ക് ഏതായാലും വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ യാത്രകൾ പ്ലാൻ ചെയ്യുക, എക്സാമുകൾ കൃത്യമായിട്ട് നഷ്ടപ്പെടുത്താതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ലിസണിങ്.